ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം, ജനുവരി 25. വേദപുസ്തകത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്ന ഒരു പുസ്തകത്തിൽ യോഹൻ പീറ്റർ ലാങ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ വളരെ മനോഹരമായ ഒരു വചനം എഴുതിയിട്ടുണ്ട്. കൃപയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത വിധം അത്ര ആഴമുള്ള ഒരു വീഴ്ചയുമില്ല. പാപിയെ പൊക്കിവെക്കാൻ പറ്റാത്ത വിധത്തിൽ ഉയരമുള്ള ഒരു സ്ഥലവുമില്ല. പൗലോസിൻ്റെ മാനസാന്തരത്തിന് ചേരുന്ന വളരെ നല്ല വ്യാഖ്യാനമാണിത്. പൗലോസിൻ്റെ തന്നെ വാക്കുകളിൽ പറയുന്നുണ്ട്, മുമ്പ് യഹൂദ മതത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കർത്താവിനെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു എന്നെല്ലാം പറഞ്ഞ് പോകുന്നുണ്ട് ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ. എന്നിട്ട് അദ്ദേഹം തനിക്ക് കിട്ടിയ വിളിയെക്കുറിച്ച്, ആ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്ന പോലെ മൂന്നാം തോറും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പാക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. അകാല പ്രജ പോലെ, അങ്ങനെയാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്. ഈ അകാല പ്രജ എന്ന വാക്കിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മൾ അധികം പേരൊന്നും അതങ്ങനെക്കുറിച്ച് അത്ര കേട്ടിട്ടില്ല. ഈ അകാല പ്രജ എന്നുള്ള ഗ്രീക്ക് വാക്ക് എക് ത്രോമ എന്നാണ്. എക് ത്രോമ. അകാല പ്രജ എന്ന അർത്ഥം കൂടാതെ വിചിത്ര ജന്മം, അബ്നോർമൽ ബർത്ത്, അലസിപ്പോയ ഗർഭം, അബോർട്ടഡ് ഫീറ്റസ്, അലസിപ്പോയ ഭ്രൂണം, മിസ്കാരേജ് എന്നെല്ലാം ധ്വനിയുണ്ട്. പക്ഷേ ഈ വാക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കുമ്പോൾ, അലസിപ്പോയ ഗർഭം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അബോർട്ടഡ് ഫീറ്റസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ജനിച്ചുപോയി, കൊച്ചു ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ഭീകര സത്വം, വികൃത ജന്തു എന്നാണ്. വികൃത ജന്തു. അവസാനം വികൃത ജന്തു പോലെ ഇരിക്കുന്ന എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. താൻ സഭയെ കഠിനമായി പീഡിപ്പിച്ചു വരുന്നതായതിനാൽ ശ്ലൈഹിക ഗണത്തിൽ ഏറ്റവും ചെറിയവനാണ്. പൊക്കം കുറഞ്ഞവനുമായിരുന്നു, ചെറിയവനാണ്. അതുപോലെ പറയാണ്, ശ്ലൈഹിക ഗണത്തിലെ രാക്ഷസ രൂപിയായിരുന്ന എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. അവസാനം കർത്താവ് രാക്ഷസരൂപിയായിരിക്കുന്ന എനിക്കും പ്രത്യക്ഷപ്പെട്ടു. വികൃത ജന്തുവായിരിക്കുന്ന എനിക്കും പ്രത്യക്ഷപ്പെട്ടു. അതെന്നെ മാറ്റിമറിച്ചു. പൊക്കം കുറവ്, ഭംഗിയില്ല, മൂക്കിച്ചിരി വളഞ്ഞിരിക്കുന്നു, പിന്നെ കണ്ണിന് കാഴ്ചകൾ മങ്ങിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് സെക്രട്ടറിമാരെ വെച്ചിട്ട് ലേഖനങ്ങളൊക്കെ എഴുതിയത്. എൻ്റെ ശരീരത്തിൽ മുള്ളുണ്ട്, അത് എടുത്തു മാറ്റാൻ പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് ഈ കണ്ണിൻ്റെ അസുഖമാണെന്നാണ് മിക്കവാറും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തോ രോഗം. പിന്നെ അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞവൻ എന്ന് കൂടി അർത്ഥമുണ്ട്. പിന്നെയാണ് ഈ പറയുന്ന ഒരു വിചിത്ര ജന്തു അല്ലെങ്കിൽ ഭീകര ജന്തുവിനെ പോലിരിക്കുന്ന ഞാൻ. എന്തേ? കത്തോലിക്ക സഭയെ അതുപോലെ ആക്രമിക്കാനും നശിപ്പിക്കാനും ഞാൻ ശ്രമിച്ചു. പക്ഷേ കർത്താവിൻ്റെ വെളിപാട്, കർത്താവിൻ്റെ പ്രകാശം അതെന്നെ മാറ്റിമറിച്ചു. അതാണ് പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇന്ന് പൗലോസിൻ്റെ മാനസാന്തരം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ പറയാൻ പറ്റില്ലേ? ഒരു വിചിത്ര ജന്തുവായിരുന്ന ജന്തുവിനെ പൊലിക്കുന്ന എനിക്ക് കർത്താവിൻ്റെ വെളിപാടുണ്ടായി. ഒരു വൈദികനായിരിക്കാനോ ഇങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കാനോ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? എനിക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ കൃപയല്ലാതെ മറ്റെന്തുണ്ട് നമുക്ക്? അവിടുന്ന് ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്തുണ്ട് നമുക്ക്? അപ്പോൾ കർത്താവിൻ്റെ ഈ വെളിപാടിൻ്റെ പ്രകാശം, അതിനോട് കൂറു പുലർത്താനും ആ പ്രകാശം ആ വെളിപാട് അത് കണ്ട് അതിലേക്ക് മാനസാന്തരപ്പെടാനും നമ്മുടെ ഈ വികൃത രൂപം, രാക്ഷസ രൂപം മാറി അത് വിശ്വാസത്തിൻ്റെ രൂപമായി, കൃപയുടെ രൂപമായി മാറാനും പൗലോസിൻ്റെ ഈ മാനസാന്തരത്തിൻ്റെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് നമ്മളെ അങ്ങേയറ്റം പ്രചോദിപ്പിക്കട്ടെ. ഇങ്ങനെയൊക്കെ സ്വയം എഴുതാനും പറയാനും കഴിയുന്ന ആ മഹാമനസ്സിനെ, വലിയ മനസ്സിനെ നമുക്ക് നമിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.